ഇലസ്ട്രേറ്ററിലെ സ്പൈറൽ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കാവുന്ന ചിത്രങ്ങളുടെ ഷേപ്പാണ് ഈ കാണുന്നത് കേട്ടോ. ഇതുപോലെയുള്ള ഒബ്ജക്റ്റുകൾ വരച്ചെടുക്കാവുന്നതാണ്. ഇത് എന്താ പറയാ, ഇതിന്റെ ഉപയോഗത്തിലൂടെ നമുക്ക് ധാരാളം ഡിസൈനുകൾ വർക്കൗട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ച് വിവിധ തരത്തിലുള്ള എന്താ പറയാ ബോർഡറുകളൊക്കെ നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇത് തിരിച്ചും മറിച്ചും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബോർഡറുകളും മറ്റും നിർമ്മിക്കുന്ന വളരെയധികം ധാരാളം സാധ്യതകൾ ഇതിനോടൊപ്പം ഉണ്ട്. പരിശോധിച്ച് നോക്കുക. ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുക, അതിനുശേഷം അത് സെലക്ട് ചെയ്തതിനു ശേഷം റിഫ്ലക്ട് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ അതിന്റെ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ഒരിടത്ത് ക്ലിക്ക് ചെയ്തതിനു ശേഷം കീബോർഡിൽ ആൾട്ട് കീ പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഇതിന് നേരെ ഈ പോയിന്റിന്റെ നേരെ വരുന്ന തരത്തിൽ ക്ലിക്ക് ചെയ്യുക. അല്പം ചെരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ നേരെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഒബ്ജക്റ്റ് കിട്ടും. ഇനി നമുക്ക് ഇത് രണ്ടും സെലക്ട് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ റൊട്ടേറ്റ് ടൂൾ എടുക്കുക, റിഫ്ലക്ട് ടൂൾ എടുക്കുക. അതിനുശേഷം ഒരിടത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് ചെയ്ത് ആൾട്ട് പിടിച്ചുകൊണ്ട് അതിന്റെ ഈ പോയിന്റിന്റെ നേരെ ഉള്ള ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു കിട്ടും. ഇത് ശരിയായില്ലെന്നുണ്ടെങ്കിൽ കൺട്രോൾ സെറ്റ് പ്രസ് ചെയ്തുകൊണ്ട് വീണ്ടും എന്താ പറയാ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആൾട്ട് പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് വരും. ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടി സൗകര്യമായിട്ട് ചെയ്യാം. നമ്മളിവിടെ ഹൊറിസോണ്ടൽ കൊടുക്കാം. അതിനുശേഷം ഇതില് കോപ്പി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു കോപ്പി കിട്ടും കേട്ടോ. ഇനി ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്തുകൊണ്ട് ഏരോ കീ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ നീക്കി വെക്കുമ്പോൾ ഓരോ നീക്കലിനും വ്യത്യസ്തമായിട്ടുള്ള ഓരോ ഡിസൈൻ സാധനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ശരിക്കും കേട്ടോ. ഇനി ഇത് തന്നെ ഈ രണ്ടും ഒന്നിച്ച് സെലക്ട് ചെയ്തതിനു ശേഷം ആൾട്ട് പിടിച്ചുകൊണ്ട് സ്വല്പം കയറ്റി വയ്ക്കുക. അങ്ങനെ കയറ്റി വയ്ക്കുമ്പോൾ കൺട്രോൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെരിയാതെ, കൺട്രോൾ അല്ല ഷിഫ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ ചെരിയാതെ അത് പൊസിഷൻ ചെയ്യാൻ പറ്റും. ഇനി കീബോർഡിൽ കൺട്രോൾ ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറെ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈനുകളും അതുപോലെയുള്ള ഡിസൈനുകളും ഒക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇത് ഒരു ഡിസൈൻ ആയിട്ടുണ്ട്, ഒരു ബോർഡർ പോലെയുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട്. ഇത് മൊത്തം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ഡിസൈൻ ഫാക്ടർ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് പകുതിയാക്കാം, മുഴുവനാക്കാം, അതുപോലെ തന്നെ എന്താ പറയാ കനം കുറയ്ക്കാം, കനം കൂട്ടാം. അതുകൊണ്ടൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഡിസൈനുകളും മറ്റും എടുക്കാനായിട്ട് സാധിക്കും. ഓരോരുത്തരുടെ കഴിവും കാര്യങ്ങളൊക്കെ പറയാം. അതുപോലെ തന്നെ പല ഡിസൈൻ രൂപത്തിലും ഈ സ്പൈറൽ ടൂള് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. നോക്കി നോക്കാം.